പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവെ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിന്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 11:23. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, പഴയ പിതാവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങളെ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാം, വാഹനം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വലിയ സന്തോഷമുള്ള വചനമാണ്. ലൂക്കാ 12:30. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഞാനിപ്പോ പിതാവിനെ കുറിച്ചല്ല എപ്പോഴും സംസാരിക്കണത്. പിതാവിൻ്റെ ഒരു നിലപാട് എന്താണ്? വീട്, ജോലി, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, PhD, അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതാണ് വിഷയം. അപ്പൊ ദൈവത്തിലായിരിക്കുന്നതിന് എന്തും ആഗ്രഹിക്കാം. പക്ഷെ ഒരു നിലപാടെന്ന് പറയണത്, ഈ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവം? പ്രയോറിറ്റി എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അതായത് നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ, അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകിയില്ലേ നമ്മൾ ഈ ആഴ്ച കണ്ടില്ലേ. അപ്പോൾ ഈ സമസ്തവും നമുക്ക് നൽകുന്നതിന് ദൈവം തയ്യാറാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ കൂടെയാണ് അത് ചോദിക്കേണ്ടത്. പലർക്കും വരുന്നൊരു വിഷയം അതാണ്. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സമസ്തവും കൊണ്ട് ആർമാദിച്ച് അവസാനം അർത്ഥശൂന്യമായി ചത്ത് മണ്ണ് മറയുന്ന ഒരു വിഡ്ഢിത്തരമാണ് പൊതുവെ ആൾക്കാരെ അവലംബിച്ച് വരണത്. ആ ട്രാക്കിൽ നിന്നൊന്ന് മാറി കർത്താവിൻ്റെ വെളിപാടിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അപ്പോൾ വിശ്വസ്തത എന്ന് പറയണത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണിക്കേണ്ട ഒരു പരാജയം നടന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഈശോ ഒരിക്കലും തോക്കത്തില്ലല്ല. എന്താ തോക്കാത്തത്? ഈശോ തോക്കത്തില്ല. അറ്റനിക്കോസ് യൂദാസിൻ്റെ അടുത്ത് തോറ്റില്ല, പിലാത്തോസിൻ്റെ അടുത്ത് തോറ്റില്ല, ദൈവപിതാവിൻ്റെ അടുത്തും തോറ്റില്ല. എന്താ കാര്യം? അവസാന നിമിഷം വരെ ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ പോകുന്നത്. പിതാവേ, സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പോൾ ഈശോ തോറ്റില്ല. പിതാവിൻ്റെ മനസ്സ് നിറവേറ്റാൻ വേണ്ടി ഈശോ തോറ്റു കൊടുക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? പിതാവ് ജയിക്കുകയാണ് ചെയ്യണത്. ദൈവവേദന എപ്പോഴും സംഭവിക്കണത് ഈ വിശ്വാസത്തിൻ്റെ ഈ യുദ്ധത്തിൽ നീ തോറ്റാലും നിൻ്റെ ദൈവം ജയിച്ചിരിക്കണം. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനം. അത് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ, ദൈവവചനത്തിന് വിലങ്ങില്ല. ഞാൻ മാത്രമേ വിലങ്ങ് വെക്കപ്പെട്ടിട്ടുള്ളൂ ദൈവവചനത്തിന് വിലങ്ങുകളില്ല. ദൈവവചനത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ലെന്നാണ്. അതെപ്പോഴായാലും അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഞാൻ പറയും, പ്രഥമ ദൃഷ്ടിയാ നിനക്കിങ്ങനെ കുറച്ച് പരാജയങ്ങൾ ഉണ്ടായിരുന്നു, നിൻ്റെ വിസ വന്നില്ല, അത് വിത്തുകളുണ്ടായിപ്പോയി, നിൻ്റെ കൂട്ടുകാരൊക്കെ കയറിപ്പോയി, നിൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ജപ്തി ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? ജപ്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥലം തന്ന ആളുണ്ടല്ലോ, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിൻ്റെ വീട് സ്ഥലം ജപ്തിയായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛാ ജപ്തിയായിപ്പോയി അച്ഛാ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ്, ഈ സ്ഥലവും തന്ന ആൾ ഉണ്ടാ എന്ന് ചോദിക്കൂ. ഇപ്പോഴും അയ്യോ അയാളൊക്കെ മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു, അയാൾ മരിച്ചിട്ടില്ല. നിനക്ക് സ്ഥലം തന്ന ആരാണ്?
ദൈവം അല്ലേ? അതാണ് സംഭവം, അതാണ് വിഷയം. നിനക്ക് ആ സ്ഥലം തന്ന ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള സാക്ഷിയാണ്, മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പോഴും എന്താ, ആ മകനെ കൊടുത്ത ആൾ ഇപ്പോഴും ജീവിച്ചിരിക്കുകയും. ആരാണ്? ദൈവം. അവർ പറഞ്ഞു നീ ഒന്നുകൂടി പ്രസവിച്ചോളാൻ പറഞ്ഞ്, മറ്റത് ഒരു കാഴ്ചയായിട്ട് ഏറ്റെടുത്ത് ദൈവം. അവർക്ക് വിശ്വാസമുണ്ട്. മകൻ്റെ മരണത്തെ കാഴ്ചയാക്കണമെങ്കിൽ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടാകണം. അമ്മയ്ക്ക് വിശ്വാസമില്ലാത്തവരും കാലം മകൻ്റെ മരണം ദുർമരണമാണ്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കളുടെ മരണം ദുർമരണമാണ്. ദുർമരണമാകണം എങ്ങനെയാണ്? അവർക്ക് അതിൻ്റെ അകത്ത് വിശ്വാസമില്ല. അവരുടെ മകൻ വണ്ടി ഇടിച്ചാണ് മരിച്ചത്, 21 വയസ്സുള്ള മകൻ. പക്ഷെ അത് ദുർമരണമല്ല. എന്താ കാര്യം? അവിടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കൾ മരിക്കുമ്പോൾ അത് ദുർമരണമായി പോകും. കാര്യം എന്താണ്? അത് കാഴ്ചയായി ദൈവം സ്വീകരിക്കണില്ല. വിശ്വാസമുള്ളവൻ്റെ സകന ബലി ദൈവം കാഴ്ചയായി സ്വീകരിക്കും. അപ്പം അത് എന്ത് വരണമാണത്? അതിലൂടെ കൃപയാനം കിട്ടണത്. ഇത് തിരിച്ച് മനസ്സിലാക്കണം നമ്മൾ. ആ ചേട്ടത്തി ഒരു മകൻ മരിച്ചിട്ടും 1 മണിക്കൂർ രാത്രി 1 മണി രാത്രി വരെയാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഭാര്യയും ഭർത്താവും കൂടി. അങ്ങനെ മകൻ മരിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. വേറെ അവരെ കുർബാനക്കും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല. എന്താ കാര്യം? എന്താ പ്രശ്നം? അത് എൻ്റെ അനിയൻ മരിച്ച കാരണം എൻ്റെ ആങ്ങള ഇപ്പം ദൈവവിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. എന്താ കാര്യത്തിൽ നേരെ അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന സച്ചവേ. എൻ്റെ അനുജൻ മരിച്ചത് കാരണം എൻ്റെ ചേട്ട ആ പെണ്ണട വന്ന് സംസാരിക്കണം. എൻ്റെ അനുജൻ ആങ്ങളെയാണ്. കുഞ്ഞാങ്ങള മരിച്ചത് കാരണം എൻ്റെ ചേട്ടന് ഇപ്പം വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു അവനെ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ പോസിറ്റീവ് നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിനെ ആക്കി പറയണതല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവന് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിശ്വാസമുള്ളവൻ അത് സുരഭില ബലിയായി ദൈവത്തിരുസേന സമർപ്പിച്ചു. എന്താ കാര്യം? നമുക്ക് മുമ്പേ പോയവൻ നമ്മുടെ മൂത്തച്ചേട്ടൻ അങ്ങനെയാണ് ചെയ്തത്. പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അത് സുരഭില യാഗമാക്കി മാറ്റിയത്. അതുകൊണ്ട് എന്ത് ചെയ്ത്? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അവൻ്റെ നാമം കേൾക്കുന്ന മാത്രമേ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാലും അടക്കേണ്ടിയിരിക്കും. ദൈവപൈതലേ, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം നിന്നെ താഴ്ത്തുമ്പോൾ താഴ്ചയെ നീ മനസ്സിലാക്കണത് പരിശുദ്ധാത്മാവിനല്ലെങ്കിൽ പിന്നെ നീ ക്രിസ്ത്യാനിയായി തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഫിലിപ്പിയൻസിൻ്റെ 4:6 ഇതാണ്. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ തന്നെ താഴ്ത്തി മരണത്തോളം കുരിശുമരണത്തോളം അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അങ്ങനെ ഇപ്പോഴും ട്രിവാൻഡ്രത്ത് പോണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു അവസാന നിമിഷം ഇവർ പറയും വേണ്ട മേരി ഗ്രേസ് പോകത്തില്ല എന്നൊന്നും ഇവൾ പറയത്തില്ല. ഇവൾ വെറുതെ ഇരിക്കുകയുള്ളൂ പ്രാർത്ഥിച്ചുകൊണ്ട്. കാര്യം എന്താ? അമ്മയുമായി ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ തീരുമാനം വരും, അതുവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ പറയും നീ പോകണ്ട, നീ ആലപ്പുഴ തന്നെ പോയാൽ മതി എന്ന് പറയും. ഒരു വിഷയം അവസാനം വരെ നിൽക്കുകയാണ്. പരീക്ഷണങ്ങളെ അതിജീവിക്കുകയാണ് ശരിക്കും. ഇതിനിടയ്ക്ക് സംസാരമില്ല. മേരി ഗ്രേസ് സംസാരിക്കണില്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്ക്. ഞാൻ ഈ സാക്ഷ്യത്തിന് ഇവിടെ നിൽക്കുന്ന ഇൻഡു സിറിൽ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ ഹസ്ബൻഡിന് ജന്മന ഒരു കിഡ്നി ഉള്ളായിരുന്നു. 2017 നവംബർ 2-ാം തീയതി ഞങ്ങളുടെ കല്യാണം ഒക്ടോബർ 2-ന് കഴിയുന്നു. നവംബർ 2-ാം തീയതിയാണ് ഞങ്ങൾ എല്ലാവരും അവരുടെ കുടുംബം ഉൾപ്പെടെ അറിയുന്നത് ആൾക്കൊരു കിഡ്നി ഉള്ളതെന്ന്. അങ്ങനെ ഞങ്ങൾ ആരോടും കൂടുതൽ പറയാതെ 5 വർഷം അങ്ങനെ നോക്കി. കഴിഞ്ഞ 2022 മാർച്ച്
മാസം 20-ാം തീയതി ആയപ്പോൾ ആളുടെ ക്രിയാറ്റിനിൽ ജനുവരിയിൽ ഒരു പനി വന്നു. ആ പനി വന്നതിന് ശേഷം ആളുടെ ക്രിയാറ്റിന് ചെറുതായിട്ടൊന്ന് കൂടാൻ തുടങ്ങി. ആ പനിയിലൂടെ ആളുടെ കിഡ്നിയിൽ അന്ന് കഴിച്ച മരുന്നുകളുടെ ഫലമായിട്ട് കിഡ്നിക്ക് പ്രഷർ കൂടുകയും അതിൻ്റെ ഫങ്ഷൻ ഉള്ളൊരു കിഡ്നിയുടെ ഫങ്ഷൻ ക്രമേണ കുറയാനും തുടങ്ങി. 2020 മാർച്ച് ആയപ്പോഴത്തേക്കിന് ക്രിയാറ്റിൻ്റെ അളവ് 2-ൽ നിന്നും ഓരോ ദിവസം കഴിയുന്നവരെ ഓരോ ഇതായിട്ട് കൂടി അവസാനം 6 വരെ എത്തി. ഞങ്ങൾ പിന്നെ അവിടെ നോയമ്പിൻ്റെ അവധി സമയമായപ്പം ഹസ്ബൻഡിൻ്റെ കാലിലൊരു ചെറിയ നീര് വരികയും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നാട്ടിൽ പോകാൻ പറഞ്ഞു. ഞങ്ങൾ നാട്ടിൽ വന്നു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നു. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നതിന് മുമ്പ് 1-ാം തീയതി ജൂൺ 2022 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കോട്ടയത്തൊരു ഡോക്ടറെ കണ്ടു. സാർ ഇപ്പോൾ സ്റ്റീറോയിഡ്സിലൂടെ സ്റ്റാർട്ട് ചെയ്തു ക്രമേണ ഈ കിഡ്നിയുടെ ഫങ്ഷൻ പഴയ രീതി ആക്കാവോ എന്ന് നോക്കി. അത് ഫലവത്തായില്ല. പിന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് 30 വയസ്സേ ഉള്ളൂ, ആൾക്കന്നേരം ബെറ്റർ പോകുന്നത് ട്രാൻസ്പ്ലാന്റ് ആയിരിക്കും, നോർമൽ ഒരു ലൈഫ് നയിക്കണ്ടേന്ന് പറഞ്ഞു. സാറ് തന്നെ ഞങ്ങളോട് ഫിസ്റ്റുല ഇടാൻ പറഞ്ഞു. മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപ ഞങ്ങൾ എപ്പോഴും കൊണ്ട് നടന്നു. പോകുന്ന വഴിയിലും എല്ലാം ഞങ്ങൾ എവിടെ ചെന്നാലും മാതാവ് ഞങ്ങൾക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. യാതൊരു വിധ കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കത്തോടല്ലായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ പെട്ടെന്നൊരു അതിശയം പോലായിരുന്നു. ഞങ്ങളുടെ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം കൊണ്ട് ആളുടെ കയ്യിൽ ഫിസ്റ്റുല ഇടുകയും അത് എത്രയും പെട്ടെന്ന് ഫങ്ഷൻ ആകുകയും ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയാനായിട്ട് എല്ലാവരും ചോദിക്കും കിഡ്നി ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ എത്ര ഡയാലിസിസ് നടത്തി. ഈ ട്രാൻസ്പ്ലാന്റ് ഈ ഡിസംബർ 14-ാം തീയതി ആയിരുന്നു. ആ ട്രാൻസ്പ്ലാന്റിനോടനുബന്ധിച്ച് 7 ദിവസം മാത്രമേ ആൾ ഡയാലിസിസിൻ്റെ കീഴിൽ പോയുള്ളൂ. അല്ലാതെ ഡയാലിസിസ് ഇന്നേ വരെ ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് എല്ലാം മുന്നമേ ഞങ്ങളുടെ രീതിയിൽ. ആളുടെ അമ്മ 55 വയസ്സുണ്ട്. ഞങ്ങൾക്ക് പുറമേ നിന്ന് കിഡ്നി എടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയല്ലായിരുന്നു. ആളുടെ സിസ്റ്റർ ഞങ്ങളെ സഹായിച്ചു സാമ്പത്തികമായി. ആളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നു. ഞങ്ങൾക്കൊരു ജീവിതം തരുവാനായിട്ട് അമ്മ കിഡ്നി ഞങ്ങൾക്ക് ദാനം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം ഭംഗിയായി. ആൾക്കിപ്പോൾ ഈ മാർച്ച് 14 ആകുമ്പോൾ 3 മാസമാകും. യൂറിൻ ഔട്ട്പുട്ടും എല്ലാം ഭംഗിയായിട്ട് ഇപ്പോഴും പോകുന്നു. മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നന്ദി. അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള റൂമിൽ ഇതുപോലെ കിഡ്നി 2 ഫെയിലിയറായി. 2 കിഡ്നിയിലും മുഴകളായിട്ട് അവർ ഖത്തറിൽ നിന്ന് വന്ന ബാങ്കിൽ ജോലിക്കാരാണ്. അവർ ഖത്തറിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് മാതാവ് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാതാവിന് ഞങ്ങൾക്ക് സാക്ഷീകരിക്കാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വാസത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ചെയ്തു തന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് മാതാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാക്ഷീകരിക്കാൻ ഞങ്ങൾക്കിടയായി. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം ഞങ്ങൾ വെച്ച് ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആളുടെ മുഴ അന്ന് രാത്രിയിൽ സർജറിക്ക് എടുക്കണമെന്ന് പറഞ്ഞ ആ ആളുടെ മുഴ ദൈവം അത്രയും പെട്ടെന്ന് അത് ചുരുങ്ങി. അന്നേരം ഡോക്ടർ തന്നെ സ്കാനിങ്ങിലൂടെ പറഞ്ഞു ആൾക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ആ കിഡ്നി നോർമൽ ഫങ്ഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്, കുഴപ്പമില്ല, അത് നോർമൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനിഷ സാബു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് മോൾക്ക് 1 വയസ്സായപ്പോൾ വയറ്റിൽ ഒരു വേദനയും ഗ്യാസും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. അവിടെ 2-3 ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമില്ല, വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്, സ്കാനിങ് ചെയ്തപ്പോൾ നിറഞ്ഞു കിടക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നാട്ടിലോട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തു. ലെഫ്റ്റ് ഓവറിയിൽ മുഴ ഉണ്ടായിരുന്നു, അത് പൊട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ക്യാൻസറാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ
അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞ് വയറുവേദനയും ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ എത്രത്തോളം ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. സർജറി ഉടൻ വേണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു മൈനർ സർജറി കഴിഞ്ഞിരുന്നു. അന്നേരമാണ് അമ്മയെക്കുറിച്ച് എൻ്റെ ചേച്ചി കൃപാസന അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ അറിയുന്നത്. ഉടനടി ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ തുടർന്ന് സായാഹ്ന പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്ത സർജറിക്ക് ഒരാഴ്ച മുന്നേ എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു. അതിനു മുമ്പേ 4 കീമോ കഴിഞ്ഞു. വന്നിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞതിന് ശേഷവും ഉടമ്പടി പുതുക്കാനായിട്ട് വീണ്ടും വന്നു. അച്ഛൻ്റെ അനുഗ്രഹവും സൈത്തും പൂശി ഞങ്ങൾ അനുഗ്രഹവും വാങ്ങി പോയി. എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് പോകണമെന്നും എൻ്റെ ഈ അസുഖം പൂർണ്ണമായി മാറണമെന്നുമുള്ള ഉടമ്പടിയായിരുന്നു ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് അത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ക്യാൻസറിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി മാറി. എനിക്കിപ്പോൾ മരുന്നൊന്നുമില്ല. അമ്മയുടെ കൃപയാലാണ്, തിരുക്കുമാരൻ്റെയും കൃപയാലാണ്. മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ മക്കളുടെ അടുത്ത ആഴ്ച ഞാൻ വ്യാഴാഴ്ച പോവുകയാണ്. അമ്മയ്ക്കും തിരുകുമാരനും 1000 എൻ്റെ പേരും മരിയ ടെലീന. ഞാൻ സെൻറ്റ് സേവിയേഴ്സ് അന്തകാനഴി ഇടവാംഗമാണ്. ഞാൻ 2019 സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞങ്ങൾക്കൊരു വീട് മാതാവ് തന്നിരുന്നു. പക്ഷേ അതിൻ്റെ പണി ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും തീർക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ഏകദേശം ഒരു 9 വർഷമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി അങ്ങനെ തന്നെ പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അപ്പോൾ ഒട്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ ഒരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പാമ്പ് കയറി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആദ്യം ഓർത്ത് എന്നെ അവൻ പേടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ വീട്ടിലെ അയൽവാസികളും പിന്നെ എൻ്റെ അമ്മയും എല്ലാവരും അകത്ത് തന്നെ ഉണ്ടായി. പക്ഷേ എങ്ങോട്ട് പോയി എന്നറിയത്തില്ല ഈ സാധനം. കാര്യം ഞങ്ങൾ 10 വർഷമായിട്ട് ഒരു ചെറിയ ഷെഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് മാറേണ്ടി വന്നു. അപ്പോൾ പണി പൂർണ്ണമായിട്ടും ഹോളുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കയറിയതായിരിക്കും, അവിടെ കൂടി തന്നെ ഇത് പോയിട്ടുണ്ടാകുമായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നീടും 3-4 മാസം ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ഇതിന് കാണാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ കിടക്കാനായിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. കാരണം ഉപദ്രവിക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ട് ഒട്ടും നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു വീടിൻ്റെ പണി ചെയ്യാൻ നോക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിലധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഒരു 18,000 രൂപ ലോണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ആ സമയത്ത് നമ്മുടെ കോവിഡൊക്കെ വന്ന ഒരു ടൈമിൽ എനിക്ക് ഫോൺ കിട്ടിയായിരുന്നു. എൻ്റെ ഒരു കസിൻ മേടിച്ചു തന്നിരുന്നു. അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷകളൊക്കെ കൂടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല, പക്ഷേ മാതാവ് അനുഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ഈ വീടിൻ്റെ പണി തീർക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇനി വരരുത്, അല്ലെങ്കിൽ വീടിൻ്റെ പണി ഞങ്ങൾക്ക് തീർത്ത് തരണം, എന്തെങ്കിലും ഒന്ന് തീരുമാനം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു. തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം പൈസയൊക്കെ തീരാനായി വന്നപ്പോൾ ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു വീട്ടിലിരുന്നിട്ടാണെങ്കിലും.
അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു. രാവിലത്തെ പ്രാർത്ഥനയാണെങ്കിലും എല്ലാം, ബൈബിൾ വായന എല്ലാം നല്ലപോലെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് പറയുമായിരുന്നു, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും എന്നോട് ഒരു മാതിരിയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്നാലും ഞാനതൊന്നും കാര്യമാക്കിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ അച്ഛൻ ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ പണിയൊന്നും അങ്ങനെ ഇവർക്ക് മാത്രം കിട്ടുന്നില്ല. എന്തെങ്കിലും ഒന്നെങ്കിലും എൻജിൻ കംപ്ലൈൻറ്റ്, അങ്ങനെ ഓരോ വല കീറിപ്പോവുക, അങ്ങനെ ഓരോരോ കംപ്ലൈൻറ്റ്